തത്വമസിയിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ജി ബാലകൃഷ്ണൻ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം അധ്യായം 15 വർണ്ണിച്ച മോക്ഷധർമ്മ നിരൂപണത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ തത്വമസിയിലെ വിഷയം. വേദത്തിൽ പ്രവൃത്തിമാർഗപരമായും നിവൃത്തിമാർഗപരമായും കർമ്മങ്ങളെ 2 പ്രകാരം വിധിച്ചിട്ടുണ്ട്. മനോവൃത്തികളുടെ പ്രവർത്തനം അവയുടെ വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവൃത്തിമാർഗപരങ്ങൾ അഥവാ പ്രവൃത്തങ്ങൾ. നിവർത്തിപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിനുതകുമാറാകുന്ന കർമ്മങ്ങൾ നിവൃത്തിമാർഗപരങ്ങൾ അഥവാ നിവൃത്തങ്ങൾ. ഇതിൽ പ്രവൃത്തിമാർഗപരങ്ങളായ കർമ്മങ്ങൾ വഴിക്കുണ്ടാകുന്ന പുണ്യഫലം ക്ഷയിഷ്ണമാകയാൽ ജനന മരണങ്ങളുടെ പുനരാവർത്തനം ഉണ്ടാക്കും. നിവൃത്തിമാർഗപരങ്ങളായ കർമ്മങ്ങളാകട്ടെ ഭക്തി ജ്ഞാനങ്ങളിലൂടെ അമൃതത്വത്തിലേക്ക് ആത്മാവിനെ എത്തിക്കുകയും ചെയ്യും. ശേനയാഗാദി ഹിസ പ്രധാനമായ കർമ്മവും അഗ്നിഹോത്രാദി ദർശവും പൂർണ്ണമാസവും ചാതുർമാസ്യവും പശുയോഗം സോമയോഗം വൈശ്യദേവം ബലിഹരണം എന്നിങ്ങനെയുള്ള ദ്രവ്യമയ കർമ്മം ഇഷ്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. അഗ്നിഹോത്രം മുതലായതും ദേവസ്ഥാനങ്ങൾ, ഉദ്യാനങ്ങൾ, പൊതുക്കിണറുകൾ എന്നിവയുടെ നിർമ്മാണവും തണ്ണീർപ്പന്തൽ തുടങ്ങി ലോകോപകാരപ്രദങ്ങളായ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തുന്നതും പൂർത്തം എന്ന പേരിലും വ്യവഹരിക്കപ്പെടുന്നു. പ്രവൃത്തമെന്ന് സാമാന്യ സംജ്ഞയുള്ള ഇതെല്ലാം ഫലാഭി സന്ധിയുക്തമാകുമ്പോൾ വിഷയാസക്തി പ്രഥമത്രേ. ഈ പ്രവൃത്താക്കിയ കാമ്യകർമ്മങ്ങളിൽ വ്യാപൃതനായിരുന്ന് ഒടുവിൽ സ്ഥൂലദേഹം വിട്ടുപോകുന്ന ജീവൻ ആരോഹ അവരോഹ പ്രക്രിയയിലൂടെ പുനരാവൃത്തിക്ക് ആദ്രീഭവിക്കുന്നത് എങ്ങനെയെന്നും ആ കർമ്മങ്ങൾക്ക് അധികാരപ്പെട്ടവൻ ആരെന്നുള്ളതും ഇനി പറയുന്നു. യജ്ഞദ്രവ്യങ്ങളുടെ സൂക്ഷ്മമായ പരിണാമത്തോട് ചേർന്നുകൊണ്ട് ജീവൻ വേറിട്ടു പോകുന്നു. പിന്നെ ധൂമമാർഗഗതിയായി ആയതിൽ രാത്രിയും കൃഷ്ണപക്ഷവും ദക്ഷിണായനവും സഞ്ചാര പദങ്ങളായി തീരുന്നു. അങ്ങനെ ചന്ദ്രലോകം സംപ്രാപ്തമായി. അവിടെ അദൃശ്യനായിട്ട് സസ്യലതാദി ഭൂരൂഹങ്ങളായി തീർന്ന് ജീവികളുടെ ആഹാരമായും തദ്വാര രേതസായും പരിണമിക്കുന്നു. ഭൂപതേ യുധിഷ്ഠിര. ഈ വിധത്തിലുള്ള ജീവന്റെ പുനരാവൃത്തി പിതൃയാനമാകും. ഓരോന്നിൽ നിന്നും ഓരോന്നിലേക്ക് ക്രമികമായി ചേർന്നിട്ട് ഭൂമിയിൽ പിറക്കുന്നു. ഗർഭാധാനം മുതൽ ശ്മശാനയാത്ര വരെയുള്ള വൈദിക സംസ്കാരങ്ങളാൽ സംശുദ്ധനായ ത്രൈവർണികൻ ഇതിന് അധികാരിയാകുന്നു. ഇഷ്ടാപൂർത്തങ്ങളായ പ്രവൃത്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യജീവിതം നയിച്ചു വന്നിരുന്നവൻ്റെ ജീവാത്മാവ് ചരു പുരോടാശാദി യജ്ഞദ്രവ്യങ്ങളുടെ സൂക്ഷ്മാംശങ്ങളാൽ പരിണിതമായ സൂക്ഷ്മ ശരീരം പൂണ്ട് അഭിമാനി ദേവതയെ പ്രാപിക്കുന്നു. പിന്നെ അതിൽ നിന്ന് രാത്രിയുടെയും കൃഷ്ണപക്ഷത്തിൻ്റെയും ദക്ഷിണായനത്തിൻ്റെയും അഭിമാനിനികളായ ദേവതകളെ ക്രമത്തിൽ അവലംബിച്ചുകൊണ്ട് ചന്ദ്രലോകത്തിലെത്തുകയായി. അവിടെ വെച്ച് താൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീരുന്നതോടെ ജീവന്റെ ഭോഗാഭാതിയായ സൂക്ഷ്മ ശരീരം ക്ഷയിച്ച് ദർശചന്ദ്രനെ പോലെ, അതായത് അമാവാസ്യ ആയി അദൃശ്യമായി തീരും. ഇതോടെ ജീവന്റെ ആരോഹം അവസാനിച്ചു. പിന്നെ അതേ ക്രമത്തിൽ അവരോഹം തുടങ്ങുന്നു. ധൂമമാർഗത്തിൽ നിന്ന് മഴവെള്ളത്തിലൂടെ വീണ്ടും ഭൂതലത്തിലെത്തി
സസ്യാദികളായിട്ട് രൂപം കൊള്ളും. അത് ജീവികളുടെ ഖാദ്യവസ്തുവായും ആയത് പുംബീജമായും പരിണമിക്കുന്നു. ഈ വിധം പുനരാവൃത്തിക്ക് പാത്രീഭവിച്ച ജീവൻ ഭൗതിക ശരീരം പൂണ്ട് സംസാരചക്രത്തിൽ കുടുങ്ങുന്നു. ഈ പ്രക്രിയ വീണ്ടും ആവർത്തിക്കുകയാൽ ഒരിക്കലും അതിൽ നിന്ന് മുക്തനായി ബ്രഹ്മസായുജ്യം പ്രാപിക്കുന്നതുമില്ല. ജീവന്റെ ഈ ഗതിയെയാണ് പിതൃയാനമെന്ന് പറയുന്നത്. ഇനി നിവൃത്തകർമ്മമാർഗം സ്വീകരിച്ചവരുടെ ഉപാസനാക്രമം വിവരിച്ച് ക്രമമുക്തിയുടെ സ്വഭാവം ധരിപ്പിക്കുന്നു. കർമ്മരൂപേണയുള്ള യജ്ഞങ്ങളെ ജ്ഞാനത്താൽ ഉദ്ദീപ്തങ്ങളായ ഇന്ദ്രിയങ്ങളിൽ നിവൃത്തകർമ്മമാർഗം സ്വീകരിച്ചവർ ഹോമിക്കുന്നു. ഇന്ദ്രിയങ്ങളെ സങ്കല്പസ്വരൂപമായ മനസ്സിലും സാങ്കല്പിക വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന മനസ്സിനെ വിധിനിഷേധ സ്വരൂപമായ വേദവചനത്തിലും ആ വചനത്തെ ആകാരാദിവർണ്ണങ്ങളുടെ സമുച്ചയത്തിലും അതിനെ ആ, ഈ, മ എന്നീ സ്വരങ്ങളുടെ സമ്മിളിത രൂപമായ ഓംകാരത്തിലും ഓംകാരത്തെ ബിന്ദുവിലും അതിനെ നാദത്തിലും അതിനെയാകട്ടെ സൂത്രാത്മകമായ പ്രാണനിലും ജീവസ്വരൂപമായ ഈ പ്രാണനെ ബ്രഹ്മത്തിലും സമർപ്പിക്കും. അഗ്നി, സൂര്യൻ, പകൽ, സായംകാലം, വെളുത്തപക്ഷം, പൗർണമാസി, ഉത്തരായണം ഈ വഴിക്ക് ബ്രഹ്മലോകം സംപ്രാപ്തമായി. സ്ഥൂലോപാധികനായിരുന്ന ആ വിശ്വൻ അനന്തരം സൂക്ഷ്മോപാധികനായ തൈജസനായും കാരണോപാധികനായ പ്രാജ്ഞനായും ഈ പരിണാമങ്ങളിൽ എല്ലാറ്റിലും സാക്ഷിത്വേന സമന്വയിച്ചിരിക്കുകയാൽ സാക്ഷീഭൂതനായ തുര്യ സ്വരൂപനായും കേവലാത്മാവായും ഭവിക്കുന്നു. പ്രവൃത്തമാർഗത്തിൽ വിഹിതങ്ങളായ ദ്രവ്യയജ്ഞങ്ങൾ ഹിംസാദൂഷിതങ്ങളും അശാന്തിതങ്ങളും ആണെന്ന് അറിയാവുന്ന വിവേകികൾ ആ മാർഗം വിട്ട് നിവൃത്ത മാർഗത്തെ അവലംബിക്കുന്നു. അവർ ജ്ഞാനോപാസനകളിലൂടെ സർവോപാധികളെയും നിരൂപാധികമായ ആത്മാവിൽ ലയിപ്പിക്കുന്നു. മരണാനന്തരം അർച്ചിരാദിമാർഗേണ, അതായത് അഗ്നി, സൂര്യൻ, പകൽ, സായങ്കാലം, ശുക്ലപക്ഷം, പൗർണമി, ഉത്തരായണം എന്നിവയുടെ അഭിമാനി ദേവതകളെ യഥാക്രമം അവലംബിച്ചുകൊണ്ട് ബ്രഹ്മലോകത്തിൽ എത്തുന്നു. അവിടെ ഭോഗസമാപ്തി വന്നതിൽ പിന്നെ വിശ്വനെന്ന സാങ്കേതിക സംജ്ഞയാൽ വ്യവഹരിക്കപ്പെടുന്ന ആ സ്ഥൂലാഭാതി സൂക്ഷ്മത്തിൽ ലയിച്ച് സൂക്ഷ്മോപാധികനായ തൈജസനാവുകയും ആയത് കാരണത്തിൽ ലയിച്ച് കാരണോപാധികനായ പ്രാജ്ഞനാവുകയും ചെയ്യുന്നു. പ്രാജ്ഞൻ സാക്ഷിത്വേന സർവാനുഗതനായിരിക്കുന്ന സർവസാക്ഷിയിൽ വിലയിച്ച് തുര്യാവസ്ഥയിലെത്തി കേവലാത്മാവിൽ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപത്തിൽ വിലയം പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് സംസാര നിർമുക്തി. ഇതിനെ, ഈ ലയനത്തെ ദേവയാനം എന്ന് പറയുന്നു. ആത്മോപാസകൻ മനസ്സിന് ഉപശമം സിദ്ധിച്ചവനായിട്ട് അനുക്രമം ഓരോരോ ദിവ്യമണ്ഡലങ്ങളിലേക്ക് പകർന്ന് ആത്മസ്വരൂപത്തിൽ തന്നെ സ്ഥിതനായി ഭവിക്കുന്നു. സംസാര ചുഴിയിലേക്ക് തിരിച്ച് വരുന്നില്ല. വേദത്തിൽ വിവേചനം ചെയ്ത് നിർണയിക്കപ്പെട്ട പിതൃക്കളുടെയും ദേവകളുടെയും ഈ രണ്ടു മാർഗങ്ങളെ ഏതൊരുവൻ ശാസ്ത്രീയമായ വീക്ഷണത്തിലൂടെ അറിഞ്ഞു വയ്ക്കുന്നുവോ അവൻ ദേഹസ്ഥിതനായിരുന്നാലും മോഹിക്കുന്നതല്ല. ദേഹങ്ങളുടെ തുടക്കത്തിൽ കാരണമായും ഒടുക്കത്തിൽ അവധിയായും എന്നെന്നും നിലനിന്നുകൊണ്ട് പുറമേ ഭോഗ്യമായും അകമേ ഭോക്താവായും ഉയർന്നതും താഴ്ന്നതും ആയും അറിവായും അറിയപ്പെടേണ്ടതായും വാക്കായും വചിക്കപ്പെടേണ്ടതായും ഇരുളായും വെളിച്ചമായും സ്ഥിതി ചെയ്യുന്നത് ഈ ജ്ഞാനനിഷ്ഠൻ തന്നെയാകുന്നു. ഇങ്ങനെ തന്നിൽ നിന്നന്യമായിട്ട് യാതൊന്നുമില്ലെന്ന് അറിഞ്ഞു വെച്ചവൻ മായാവശങ്കതനായി വ്യാമോഹിക്കയില്ലെന്ന് സാരം. എന്നാൽ
ഇങ്ങനെ അറിഞ്ഞുവെച്ച ആത്മജ്ഞാനിക്കും തന്നിൽ നിന്ന് വ്യതിരിക്തമായി വസ്തുക്കൾ അനുഭവത്തിൽ വരുന്നുണ്ടല്ലോ. യുക്തിവിരോധത്താൽ തികച്ചും ബാധിക്കപ്പെട്ടതാണെന്ന് വരികിലും പ്രതിബിംബം വാസ്തവികതയോടെ തോന്നപ്പെടുന്നത് ഏതുപോലെയോ അതുപോലെ ഇന്ദ്രിയഗമ്യമായതെല്ലാം പരമാർത്ഥമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. യുക്തിക്ക് ചേരാത്തതാകയാൽ വാസ്തവികത്വേന ഉള്ളതല്ല. ഇതിനെ തന്നെ ഇനിയും ഉപപാദിക്കുന്നു. പൃഥ്വിവാദികളായ പദാർത്ഥങ്ങളുടെ, അതായത് പഞ്ചഭൂതങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രകാരത്തിലുള്ള പ്രതിഭാസം തന്നെ ഈ ദേഹത്തിലില്ല. ദേഹം അവയുടെ സംഘടിത രൂപമല്ല, ആവിർഭാവമോ പരിണാമമോ ആയതല്ല, വേറിട്ടുള്ളതല്ല, ചേർന്നിട്ടുള്ളതുമല്ല, വെറും മിഥ്യാസങ്കല്പം. വൃക്ഷങ്ങളുടെ സംഘടിത രൂപമായ വനം പോലെ പഞ്ചഭൂതങ്ങളുടെ സംഘടിത രൂപമാണ് ദേഹമെന്ന് വിചാരിച്ചുകൂടാ. എന്തെന്നാൽ വൃക്ഷങ്ങളുടെ സംഘടിത രൂപമായ വനത്തിൻ്റെ ഘടകങ്ങളായ വൃക്ഷങ്ങൾ പരസ്പരം ബന്ധപ്പെടാതെ വനമെന്ന് സംഘാതമായി പ്രതിഭാസിക്കുകയാണ്. ദേഹത്തിൻ്റെ ഘടകങ്ങളെന്ന് കരുതപ്പെടുന്ന പഞ്ചഭൗതിക പിണ്ഡങ്ങൾ പരസ്പര സംബന്ധങ്ങളായിട്ടാണ് ദേഹരൂപേണ പ്രതിഭാസിക്കുന്നത്. ആകയാൽ ഭൗതിക സംഘാതത്വം ദേഹത്തിന് ഇല്ല. എന്നാൽ അവയവിയായിട്ടുള്ള അഥവാ യൗകികമായിട്ടുള്ള ഭൗതിക ആവിർഭാവമെന്നോ ഭൗതിക പരിണാമമെന്നോ ദേഹത്തെ കരുതാം എന്ന് വെച്ചാൽ അതിലും തെറ്റുണ്ട്. അവയവിയെ അവയവങ്ങളിൽ നിന്ന്, അതായത് യൗകികത്തെ മൂലകങ്ങളിൽ നിന്ന് പൃഥക്കരിക്കാനാവാത്ത ഒരു പ്രതിഭാസമാണ് ദേഹം. ഏതെങ്കിലും ഒരവയവത്തെ, അതായത് കൈവിരലെന്ന് വയ്ക്കുക, ഒരിടത്തേക്ക് വലിച്ചാൽ അവയവിയായ ദേഹവും അവിടേക്ക് വലിയുന്നു. ആകയാൽ അവയവിയുടെ അസ്തിത്വം പ്രത്യവയവം വ്യാപ്തമാണെന്ന് വരുന്നു. ഈ വ്യാപ്തി പൂർണ്ണരൂപത്തിലോ അംശം കൊണ്ടോ, പൂർണ്ണരൂപത്തിലെന്ന് കരുതുന്ന പക്ഷം വിരലും ദേഹമാണെന്ന് വരും. അങ്ങനെ തോന്നുന്നതുമില്ല. അംശം കൊണ്ടാണെന്ന് പറയുന്ന പക്ഷം ആ അംശത്തിനും അംശങ്ങളുണ്ടാവണം. ഇങ്ങനെ അംശിച്ചംശിച്ച് ഒരറ്റം കാണാത്ത നിലയിലേക്ക് എത്തുന്നു. ഇതൊന്നും യുക്തിസഹജമല്ലാത്തതിനാൽ ദേഹമെന്ന ഭൗതിക പ്രതിഭാസം വെറും മിഥ്യാസങ്കല്പമാണെന്ന് സിദ്ധാന്തിക്കേണ്ടിയിരിക്കുന്നു. പദാർത്ഥങ്ങളായ പൃഥിവ്യാദി മഹാഭൂതങ്ങളും അവയവികളായിരിക്കുന്നത് കൊണ്ട് ഭൂതസൂക്ഷ്മങ്ങളായ തന്മാത്രാവയവങ്ങളോട് കൂടാതെ ഉണ്ടാകില്ല. അവയവിയായ വസ്തു ഇല്ലെന്ന് വരുമ്പോൾ സിദ്ധാന്തപക്ഷത്തിൽ അവയവമെന്നതും ഇല്ലാത്തതു തന്നെ. വാസ്തവികത്വത്തിന്, അതായത് പരമാത്മതത്വത്തിന് ഭേദഭാവം ഇല്ലെന്നിരിക്കലും അവിദ്യ നീങ്ങുന്നതുവരെ പൂർവാനുഭവ സാമ്യത്താലുണ്ടാവുന്ന തെറ്റായ ധാരണ നിലനിൽക്കും. ജാഗ്രത്തും സുഷുപ്തിയും സ്വപ്നത്തിൽ എപ്രകാരം വാസ്തവമല്ലയോ അപ്രകാരം വിധി നിഷേധ വ്യവസ്ഥയും സ്ഥിതി ചെയ്യുന്നു. സർവവും മിഥ്യയെന്നു വരികിൽ ശാസ്ത്രത്തിലുള്ള വിധി നിഷേധ വ്യവസ്ഥകൾ എന്തിന്? ജീവൻ അവിദ്യാകൃതമായ സ്വപ്നത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ മാത്രം അവയ്ക്ക് പ്രവർത്തനമുണ്ട്, അല്ലാത്തപ്പോൾ ഇല്ല എന്നതാണ് അതിനുള്ള സമാധാനം. ഈ ലോകത്തിൽ മനനശീലനായവൻ ആത്മതത്വാനുഭൂതിയിലൂടെ ഭാവാധിഷ്ഠിതമായ അദ്വൈതത്തെയും ക്രിയാധിഷ്ഠിതമായ അദ്വൈതത്തെയും ദ്രവ്യാധിഷ്ഠിതമായ അദ്വൈതത്തെയും വേണ്ടും പ്രകാരം അനുസന്ധാനം ചെയ്തുകൊണ്ട് തന്നെ സംബന്ധിച്ച 3 വിധം സ്വപ്നങ്ങളെ, അതായത് ദ്രഷ്ടാവ്, ദർശനം, ദൃശ്യം എന്നീ വിഭേദങ്ങളെ അകറ്റിക്കളയുന്നു. ഭേദഭാവനയ്ക്ക് വാസ്തവികത്വമില്ലാത്തതിനാൽ വസ്ത്രവും നൂലും എന്നതുപോലെ കാര്യവും കാരണവും ഏകവസ്തുവാണെന്ന ബോധോദയം
യാതൊന്നോ അത് ഭാവാദ്വൈതമെന്ന് പറയപ്പെടുന്നു. പടന്തുവത്, പടം വസ്ത്രം, കാര്യവും തന്തു നൂൽ അതിൻ്റെ കാരണവുമാണല്ലോ. തന്തുക്കളുടെ ഓതപ്രോതസന്നിവേശത്താൽ രൂപം കൊള്ളുന്ന വസ്ത്രം തന്തുക്കളിൽ നിന്നും ഭിന്നമല്ല, രണ്ടും ഒന്ന് തന്നെ. അതുപോലെ ലോകത്തിലുള്ള ദൃശ്യവസ്തുക്കളെല്ലാം അവയുടെ മൂലകാരണമായ പരബ്രഹ്മ തത്വത്തിൽ നിന്ന് അന്യമായതല്ലെന്ന ബോധോദയം ഉണ്ടാവുന്ന അവസ്ഥയാണ് ഭാവാദ്വൈതം. നിർഗുണമായ ബ്രഹ്മത്തിൽ സ്വയം മനസ്സ്, വാക്ക്, ശരീരം എന്നിവയാൽ സമസ്ത കർമ്മങ്ങളുടെയും സമ്യക്കായ അർപ്പണം യാതൊന്നോ അത് ക്രിയാദ്വൈതമെന്ന് പറയപ്പെടുന്നു. തൻ്റെയും ഭാര്യാമക്കൾ മുതലായവരുടെയും മറ്റുള്ള സകല ജനങ്ങളുടെയും സ്വാധീനതയിലുള്ള ദ്രവ്യങ്ങളുടെയും അവയുടെ ഉപഭോഗങ്ങളുടെയും അഭേദം യാതൊന്നോ അത് ദ്രവ്യാദ്വൈതമെന്ന് പറയപ്പെടുന്നു. യാതൊരു ഭഗവാന്റെ താത്വികമായ സ്വരൂപം അവരുടെ ബുദ്ധി കൊണ്ട് വാസ്തവികമായ നിഗമനത്തിലൂടെ നിരൂപണം ചെയ്തിട്ടില്ലയോ? യാതൊരു ഭഗവാനെ മൗനം, ഭക്തി, മനസ്സംയമം എന്നിവയോടുകൂടി ഋഷിമാർ ആരാധിച്ചു വരുന്നുവോ? ആ ഭക്തജനപാലകൻ പ്രസാദിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഏവർക്കും ശുഭദിനം നേരുന്നു. യുധിഷ്ഠിര നാരദ സംവാദം സദാചാര നിർണയം.